ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ എത്ര പേർ ഈ കഴിഞ്ഞ 100 ദിവസത്തിനിടെ ഗസയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതിൻ്റെ ഇസ്രായേലി സൈനികരുടെ ഒരു കണക്ക് IDF പുറത്തുവിടുകയാണ്. 100 ദിവസത്തെ ഒരു ഡാറ്റ IDF ഇടുമ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. അതിലവർ പറയുന്നത് നിലവിൽ 1113 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുമ്പോൾ 188 പേർക്കാണ് ജീവൻ നഷ്ടമായത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് ഹമാസ് പറയുന്നത് ഇതിലും കൂടുതൽ ആളുകൾ സ്വാഭാവികമായും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നവർ പറയുന്നു. ഓരോ ദിവസവും 2 പേർ എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം IDF അവരുടെ ജീവൻ നഷ്ടമായവരുടെ കണക്ക് പുറത്തുവിട്ടിരുന്നത്. നമുക്കറിയാം, ഈ കരയുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ വലിയ ആൾനാശം ഇസ്രായേലിനുണ്ടാകും എന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അൽ-ഖസാം ബ്രിഗേഡിൻ്റെ വക്താവ് അബു ഉബൈദ പലതവണ അത്തരമൊരു മുന്നറിയിപ്പ് നൽകിയതുമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതിശക്തമായ പോരാട്ടമാണ് ഇസ്രായേലിന് നേരെ അൽ-ഖസാം പുറത്തെടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വടക്കൻ ഗസയിൽ ആദ്യത്തെ വെടിനിർത്തലിന് മുമ്പ് വടക്കൻ ഗസയിലാണ് ഏറ്റവും അതിശക്തമായ പോരാട്ടം നടന്നത്. ആ ഇടങ്ങളിലെല്ലാം വലിയ പ്രതിരോധം ഒരുക്കുകയും അവിടങ്ങളിലെല്ലാം വലിയ ആൾനാശം ഇസ്രായേൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ സേന തുരങ്കങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച ഘട്ടങ്ങളിലെല്ലാം അവിടെ കെണിയൊരുക്കുകയും അവിടെ കിടന്ന് തന്നെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇസ്രായേലി സേന കൊല്ലപ്പെട്ടവരിൽ 1/3 അങ്ങോട്ട് അവരുടെ തന്നെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതാണ് എന്ന്. പലരും സംശയത്തിൻ്റെ നിഴലിൽ പരസ്പരം വെടിവെക്കുകയായിരുന്നു എന്നും അങ്ങനെയാണ് 1/3 പേർ കൊല്ലപ്പെട്ടത് എന്നുമുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം ഈ ഗുരുതരമായി പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും കയ്യോ കാലോ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ മാനസികമായ വിഭ്രാന്തി അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം ഇതിനേക്കാൾ കൂടുതലാണ്. തീർച്ചയായും ഈ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേലി സേനയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് കരയുദ്ധത്തിൽ ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും കഴിഞ്ഞ ദിവസം 100ാം ദിനത്തോടനുബന്ധിച്ച് നെതന്യാഹു നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം ആദ്യമായി തന്നെ പറഞ്ഞത് ഈ യുദ്ധത്തെ ആർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ലക്ഷ്യം നേടും വരെ ഈ യുദ്ധം മുന്നോട്ട് പോകും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് തടസ്സം നിൽക്കാൻ വരുന്ന ആളുകൾ ഹേഗിൽ നിന്ന് ഏത് കോടതി വന്നാലും ഈ യുദ്ധത്തെ തടുത്തു നിർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇറാൻ്റെ സൈന്യത്തിന് ഈ യുദ്ധത്തെ തടുത്തു നിർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇറാൻ്റെ പ്രോക്സി സൈന്യങ്ങൾ ഹിസ്ബുള്ളയെയും അതേപോലെ തന്നെ ഹൂത്തികളെയും മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആർക്കും ഈ യുദ്ധത്തെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്താരാഷ്ട്ര കോടതിയിൽ നിന്ന് ഒരു ഇടക്കാല വിധി അല്ലെങ്കിൽ ഇടക്കാല പരാമർശം എന്ന നിലയിൽ യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വരാനുള്ളൊരു സാധ്യത നമ്മളെല്ലാവരും കാണുന്നുണ്ട് അടുത്ത 2 ആഴ്ചക്കുള്ളിൽ. പക്ഷേ അത്തരമൊരു നടപടി ഉണ്ടായാൽ പോലും അത് ഈ യുദ്ധത്തെ ബാധിക്കില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് അത് UN സെക്യൂരിറ്റി കൗൺസിലിലേക്കാണ് പോവുക. UN സെക്യൂരിറ്റി കൗൺസിലിന് ഏതെങ്കിലും രാജ്യത്ത്, ദക്ഷിണാഫ്രിക്കയ്ക്ക് തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിനോട് ആവശ്യപ്പെടാം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണം എന്ന്. പക്ഷേ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നിലവിലെ സാഹചര്യം നമുക്കറിയാം. എപ്പോഴാണോ അത്തരമൊരു ഇടപെടലുമായി UN സെക്യൂരിറ്റി കൗൺസിൽ ചേർന്നിട്ടുള്ളത് അപ്പോഴെല്ലാം വീറ്റോ പവറുമായി അമേരിക്ക എത്താറുണ്ട്. ആ നടപടികളെ അമേരിക്ക തടയാറുണ്ട്. ഇപ്പോഴും അമേരിക്കയുടെ നിലപാട് 100ാം ദിവസത്തിലും അത് തന്നെയാണ് എന്ന് നമ്മൾ കണ്ടു. കാരണം ഈ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ 100-ലധികം വരുന്ന രാജ്യങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റും US-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും നടത്തിയ പ്രസ്താവനകൾ റിട്ടണായി തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ക്യാപ്റ്റീവ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഹമാസ് കൊണ്ടുപോയ ബന്ദികളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. 23,800-ലധികം വരുന്ന ആളുകൾ, അതിൽ തന്നെ 10,300 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട ആ സംഭവത്തെക്കുറിച്ച്, ഗസയിലെ ദുരിതത്തെക്കുറിച്ച് ഒരു വരി പോലും ബൈഡൻ പറയുന്നില്ല. US സ്റ്റേറ്റ് സെക്രട്ടറിയും അതേ പ്രസ്താവന തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ അധിനിവേശത്തിന് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പൂർണ്ണ പിന്തുണ അമേരിക്ക ഉറപ്പാക്കും, അല്ലെങ്കിൽ അതിന് തടയിടാനുള്ള നീക്കങ്ങളെ അമേരിക്ക വീറ്റോ ചെയ്യും എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ യുദ്ധം ഇങ്ങനെ തന്നെ തുടർന്നു പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്.